മാഡം നോക്കിക്കോ, അവന്റെ കാര്യം ഞാൻ ഒതുക്കും. അവൻ ഇവിടെ അധിക നാൾ വാഴില്ല. ഈ ബഹളമൊക്കെ കരച്ചിലാക്കി എടുക്കും ഞാൻ. അയ്യോ വിട്ടുകള രാജാറാം സർ, അവനേക്കാൾ വലിയ തലവേദന ഈ ഓഫീസിൽ വേറെ ഉണ്ടല്ലോ, നമ്മുടെ ശ്രീലക്ഷ്മി കൊച്ചമ്മ. അവളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോ ഈ നന്ദനൊരു തലവേദനയേ അല്ല. സാർ ആരെങ്കിലും കരയിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവളെ ആയിരിക്കണം. നന്ദനല്ല നമ്മുടെ ടാർജറ്റ്, ശ്രീലക്ഷ്മിയാ, അത് മറക്കരുത്. നിങ്ങളെന്താ ഇത്ര നേരത്തെ വന്നത്? 3-4 ദിവസമായിട്ട് മനസ്സിന് നല്ല സുഖമില്ല സരോജ. അതുകൊണ്ട് 2 ദിവസം കടയിൽ നിന്ന് ലീവ് എടുത്താലോ എന്ന് ആലോചിക്കുക. നല്ല കാര്യമായി പോയി. ഇനി ലീവ് ചോദിച്ചിട്ട് വേണം സഹദേവ മുതലാളി ആ കടയിൽ നിന്ന് പറഞ്ഞു വിടാൻ. ഓ, വരുന്നിടത്ത് വെച്ച് കാണാം. എടി, എനിക്ക് ഒന്നിലും ഒരു താല്പര്യമില്ലാത്ത പോലെ എപ്പോഴും മോളുടെ കാര്യ ചിന്ത. അതെന്താ ഇപ്പൊ അങ്ങനെ? എടിപിടി എന്നും പറഞ്ഞ് അവള് കോയമ്പത്തൂർക്ക് പോയി. പിന്നീട് രവിവർമ്മൻ സാർ അവളെ മടക്കി വിളിച്ചു കൊണ്ടുവന്നു പറയുന്നു. എന്നാ അവിടുന്ന് വന്നതിന് ശേഷം നീ അവളെ ശ്രദ്ധിച്ചായിരുന്നോ? എപ്പോഴും മൂഡ് ഓഫാണ്. ഒരു മന്ദത എന്താണെന്ന് അറിയാൻ പറ്റുന്നില്ല. എനിക്കും അത് തോന്നി. അല്ല, ആ കാർത്തിയായനി അമ്മയുടെ അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം ഇപ്പൊ ദുസ്വപ്നങ്ങളൊന്നും കാണാറില്ല അവള്. പക്ഷേ വേറെന്തോ വിഷമം ഉള്ളിലുള്ളതുപോലെയാ പെരുമാറ്റം. അതേന്ന് പരീക്ഷയാണെങ്കിൽ അടുത്തെത്താറായി. അതാ മറ്റൊരു ടെൻഷൻ. പരീക്ഷ എന്തോന്ന് പരീക്ഷ? അവള് ജയിക്കും. നിങ്ങളെ പോലത്തെ മരത്തലയല്ലേ അവൾക്ക്. ആദ്യം അത് മനസ്സിലാക്ക. മരത്തല നിന്റെ ഈ വർഷം തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ജയിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. ഒരു ഡിഗ്രി ആയില്ലേ കയ്യില്. അതിന്റെ വില ഒരു അവസരം വരുമേ മനസ്സിലാക്കൂ. മോളാണ്. നമ്മള് സംസാരിച്ച അവള് കേട്ടോ എന്തോ. ആ മോളെ, നിന്റെ കാര്യം ഇപ്പൊ പറഞ്ഞ് നാവെടുത്തതേ ഉള്ളൂ. അപ്പോഴേക്ക് നിന്റെ ഫോണെത്തി. എന്താന്ന് ഗുഡ് ന്യൂസ്? മണ്ടനാ? ലണ്ടനാ? ഫോറിനിൽ പോണെന്നാ? ആണോ? ആരുടെ കൂടെ പോകുന്നത്? രവിവർമ്മ സാറിന്റെ കൂടെയോ? ഓ, ശരി 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 ശരി. ആ, പോയിട്ട് എന്ന് മടങ്ങി വരും? ഞാൻ അച്ഛനോട് പറയാമേ. സരോജ, നീ ആ ഫോണിൽ നിന്ന്. ആ മോളെ, നിന്റെ അച്ഛന് ഫോൺ. അയ്യോ, ഹലോ. കട്ട് ചെയ്തല്ലോ. തിരക്കായിരിക്കും. കുറച്ച് കഴിയുമ്പോ വിളിക്കുമെന്നേ. അതെ, നിങ്ങൾ അറിഞ്ഞോ മോള് രവിവർമ്മ സാറിന്റെ കൂടെ അമേരിക്ക, അല്ലല്ല, അമേരിക്കയുടെ അപ്പുറത്തുള്ള ലണ്ടനിൽ പോണെന്ന്. എല്ലാം കരിക്കൊത്തിയമ്മയുടെ അനുഗ്രഹം അല്ലേ അച്ഛാ? മോള് രവിവർമ്മൻ സാറിന്റെ കൂടെ ലണ്ടനിൽ പോകുന്നോ? ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എല്ലാം കരിക്കൊത്തിയമ്മയുടെ അനുഗ്രഹം. നമ്മള് കാർത്തിയായനി ദേവിയുടെ അമ്പലത്തിൽ പോയി പൂജ കഴിച്ചതിന്റെ ഫലം. നമ്മളെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ വിദേശത്ത് പോകുന്ന സ്വപ്നം കാണാനേ പറ്റൂ. ശ്രീലക്ഷ്മി വെറുതെ ഇരിക്കെ. ദൈവത്തിന്റെ മുന്നിലെ പാവങ്ങളും പണക്കാരും ഒന്നും വേറെ വ്യത്യാസം ഒന്നുമില്ല. ഭാഗ്യം എല്ലാവർക്കും വീതിച്ചു കൊടുക്കും. എത്രയോ പാവപ്പെട്ടവർക്ക് ലോട്ടറി അടിച്ചിരിക്കുന്നു.
നിങ്ങൾ പേപ്പറിൽ വായിച്ചിട്ടില്ലേ? കഴിഞ്ഞ ഓണത്തിന് പാവപ്പെട്ട വീട്ടിൽ ഒരാൾക്കാ 10 കോടി അടിച്ചത്. ഓ, 10 കോടി! എന്റെ ഈശ്വരാ, കേക്കുമ്പോ തന്നെ ദാ ദേഹമൊക്കെ കുളിര് കോരുക. ഇതതുപോലെയാണോടി? അവളൊരു പെങ്കൊച്ചല്ലേ? പെങ്കൊച്ചാണെങ്കി നിങ്ങൾ എന്തായി പറയുന്നത്? അവൾ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, രവിവർമ്മ സാറും ഇല്ലേ കൂടെ? എടി അതല്ല, പരീക്ഷയാണ് ഈ അടുത്തു വരുന്നു. അതെന്താ നീ മറക്കുന്നേ? എന്റെ ശ്രീടച്ച, അവള് രണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നേ. അവൾക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആ 2 കാര്യം ഒരുമിച്ച് ചെയ്യാൻ പറ്റാത്തത്. ടെൻഷൻ വന്ന കടയിൽ പണിക്ക് പോവില്ല. എന്താ കാര്യം? രണ്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് തന്നെ. എന്നാലേ ദേ, നിങ്ങൾ എന്നെ കണ്ടുപഠിക്കണം. ഈ നടുവേദന വെച്ച് വീട്ടുജോലി മൊത്തം ഞാൻ ചെയ്യുന്നില്ലേ? അല്ലാതെ നടുവേദനയാണെന്ന് പറഞ്ഞ് വെറുതെ കയറി കിടക്കുമല്ലോ ഞാനിവിടെ. ഇപ്പോഴത്തെ കാര്യം എടി, ഇത് കുട്ടിക്കളിയല്ലടി. ദേ നോക്ക്, പരീക്ഷയുടെ ഡേറ്റും ലണ്ടനിൽ പോകുന്ന ഡേറ്റും ഒരുമിച്ച് വന്നാ നമ്മൾ എന്ത് ചെയ്യും? വല്ലതും നടക്കുവോ? ഒന്നും നടക്കൂല, അത്ര തന്നെ. ഓ, ഇനി എന്തൊക്കെ നടക്കുവാവോ? എന്റെ കരിക്കോത്തിയമ്മേ, നീ ഓരോ ഭാഗ്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതിനും തടസ്സമൊന്നും വരാതെ അനുഗ്രഹിക്കണേ. ചേച്ചി, ഞാനിപ്പോ വരാവേ. ശരി. കൃഷ്ണേ, ഞാൻ എവിടെയാ പോകുന്നെന്ന് നിനക്ക് അറിയാമോ? നീ എത്ര ഗസ് ചെയ്താലും പറയാൻ പറ്റില്ല. എങ്കില് നീ തന്നെ പറയൂ, കേക്കട്ടെ. എടി, ലണ്ടനിൽ പോകുന്നടി ഞാൻ. ലണ്ടനില്. ലണ്ടനോ? എന്റെ ദൈവമേ, സത്യം പറ ശ്രീ, നിനക്ക് വട്ടായിട്ടൊന്നുമില്ലല്ലോ? ഷോ, ഈ പെണ്ണിനെ ഞാൻ എങ്ങനെ പറഞ്ഞു ബോധ്യപ്പെടുത്തും? എടി, എന്റെ അച്ഛനാണ് സത്യം, എന്റെ അമ്മയാണ് സത്യം. കരിക്കോത്തി അമ്മ. ആ, മതി 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 മതി, മനസ്സിലായി. എന്റെ മുത്തിനിപ്പോ ലോട്ടറി അടിച്ചിരിക്കുകയാണല്ലോ. കൺഗ്രാറ്റ്സ്, വളരെ സന്തോഷം എനിക്ക്. ഈ ഭാഗ്യം നമ്മുടെ ഫ്രണ്ട്സിൽ നിനക്ക് മാത്രം കിട്ടിയത് അടിപൊളിയായിട്ടുണ്ട്. അതെ കൃഷ്ണ, സത്യം. ഒരു 10,000 രൂപയെങ്കിലും ശമ്പളം കിട്ടുന്ന ജോലി കിട്ടണമെന്നായിരുന്നു എന്റെ പ്രാർത്ഥന. പക്ഷെ ദൈവം എന്റെ സ്വപ്നങ്ങൾക്ക് ഉയരെയാ എനിക്കിപ്പോ സൗഭാഗ്യങ്ങൾ കൊണ്ടു തരുന്നത്. ഈ ഭാഗ്യൊന്നും വെറുതെ അല്ല ശ്രീ, നിന്റെ കഴിവിനും കഠിനാധ്വാനത്തിനും ദൈവം തരുന്ന സമ്മാനങ്ങളാ ഇതൊക്കെ. അല്ല, രവിവർമ്മൻ സാർ നിന്നോടൊപ്പം വരുന്നുണ്ടോ ലണ്ടനിലേക്ക്? ആണോ? കാലയ്ക്ക് മോളെ, സൂപ്പർ. ലണ്ടൻ ബ്രിഡ്ജ്, ബക്കിംഗ്ഹാം പാലസ് എല്ലാം ചുറ്റി നടന്ന് കാണാലോ നിനക്ക്. ഇപ്പോ അവിടെ തണുപ്പ് കാലാ. കറങ്ങാൻ പോകുമ്പോ സൂക്ഷിക്കണം കേട്ടോ. നീ ഒന്ന് ചുമ്മാതിരിക്കടെ അവിടെ. ഞങ്ങള് പോകുന്നത് ഒരു കോൺഫറൻസിനാ. ചുറ്റാനൊന്നും സമയം ഉണ്ടാവില്ല. മാത്രല്ല, എന്നെ കൊണ്ടുപോകുന്നത് സാറിനെ അസിസ്റ്റ് ചെയ്യാനാ. ഞാൻ അവിടെ ചെന്നിട്ട് എല്ലാം കൊളാക്കുമെന്ന എന്റെ പേടി. ഓടി പ്രാന്തി. നിന്റെ കഴിവ് എന്താണെന്നേ രവിവർമ്മൻ സാറിന് നന്നായിട്ട് അറിയാം. അതിനാ നിന്നെ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ നിന്നെ കൊണ്ടുപോയിട്ട് എന്തായാലും വെറുതെ തിരികെ കൊണ്ടുവരില്ല എന്ന് ഉറപ്പാ. തീർച്ചയായും അവിടുത്തെ എല്ലാ ടൂറിസ്റ്റ് ലൊക്കേഷനുകളും നിന്നെ കൊണ്ടുപോയി കാണിക്കും. യു ആർ എ ലക്കി ഗേൾ. പോയി എൻജോയ് ചെയ്തിട്ട് വാ. അങ്ങനെ
നമ്മുടെ നീരീറ്റു കോളനിയിലെ കൊച്ചുമാലാകയും ലണ്ടനിലേക്ക് പറക്കുന്നു. ഗ്രേറ്റ്. യെസ് കൃഷ്ണ, സാറിന്റെ മനസ്സിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് അറിഞ്ഞ ശേഷം അതിനേക്കാളും വലുതായി വേറൊന്നും ഇപ്പൊ എന്റെ മനസ്സിലില്ലാന്ന് തന്നെ പറയാം. നീ നേരത്തെ പറഞ്ഞില്ലേ ഞാൻ ലണ്ടനിലേക്ക് പറക്കാൻ പോവാന്ന്. പക്ഷെ ഞാൻ ഇപ്പോഴും പറന്നുകൊണ്ടിരിക്കുക. പറന്ന് 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 ഞാനിപ്പോ ഭൂമിയിലേ അല്ല, ഞാനിപ്പോ പറക്കുന്നത് മേഘങ്ങൾക്കിടയിലൂടെയാ. അവിടെ പറക്കാൻ ഫ്ലൈറ്റ് ടിക്കറ്റും വേണ്ട, പൈലറ്റും വേണ്ട. നമുക്കിഷ്ടമുള്ളിടത്തൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കാം. എന്റെ മോളെ, ഇത് മുഴുവട്ട. നിന്നെ ഹോസ്പിറ്റലിൽ പോലും എടുക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. കുഴപ്പമില്ല കുഴപ്പമില്ല, ഞാൻ സഹിച്ചോളാം കേട്ടോ. നീ ഈ അസുഖം പകരാതെയും കോപ്പി അടിക്കാതെയും നോക്കിയാ മതി. അയ്യോ ശ്രീ, കോപ്പിയടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. നിന്റെ വട്ടിനിടയിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നു കോളേജില്. അയ്യോ, ഇത്ര വേഗം വന്നോ? ഓർത്തതേ ഇല്ലല്ലോ. എക്സാമിനൊന്നും പഠിച്ചില്ലടി കൃഷ്ണ. അതെ, ആകാശത്ത് പറന്നു തീർന്നെങ്കിൽ ഒന്ന് താഴേക്ക് ഇറങ്ങി വാ. എന്നിട്ട് ആദ്യം ലണ്ടനിലേക്ക് പോവാൻ നോക്ക്. എക്സാമിന്റെ ഡേറ്റ് ഞാൻ അന്വേഷിച്ച് പറയാം നിന്നോട്. അല്ല, ഇതിപ്പോ രണ്ടും ഒരേ സമയമാണ് വരുന്നെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലിമെന്ററി എഴുതാം. സപ്ലിയൊക്കെ ഇപ്പൊ സർവ്വസാധാരണ. നീ ധൈര്യമായിട്ട് പോയിട്ട് വാ. ശരി ശരി, ഞാൻ അപ്പോഴേ അച്ഛനോടും അമ്മയോട് പറഞ്ഞിട്ട് വരട്ടെ ലണ്ടൻ യാത്ര. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പറന്ന് 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 ഈ കൊച്ചിന്റെ ഒരു കാര്യം. സർ, എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രാന്താക്കുന്നത്? സാർ എന്നെ ഫോണും വിളിച്ചില്ല, കാണാനും വന്നില്ല. സങ്കടമുണ്ട് സർ, ഞാനൊരു ഭ്രാന്തിയായിപ്പോയി. ഞാൻ ആരെയും ഭ്രാന്തിയാക്കുന്നില്ല. ഞാനൊരു പാവം വഴിപോക്കം മാത്രം. മൈ ഗോഡ്, സാറ് സംസാരിച്ചു. സാറിപ്പോ സത്യമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? രവി, രവി, നീ എന്തിനാ കണ്ണടച്ചിങ്ങനെ എടുത്ത് ചിരിക്കുന്നേ? ഇരിക്കവിടെ. നീ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നതിന്റെ കാരണം എന്താന്നാ ചോദിച്ചത്.
ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ. അല്ല, ഇതെന്താ ഇത്? ഇപ്പോഴല്ലേ ഭക്ഷണം കഴിച്ചത്? അമ്മയ്ക്ക് എന്നെ ഇങ്ങനെ തീറ്റിച്ചോണ്ടേ ഇരിക്കണമല്ലേ? നിന്നെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അപൂർവ. വല്ലപ്പോഴും നിന്നെ ഇങ്ങനെ കിട്ടുമ്പോ ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ തരുന്നത് അമ്മയ്ക്ക് വലിയ സന്തോഷമാ. അമ്മമാര് മക്കളോട് ഇഷ്ടം കാണിക്കുന്നത് ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ. അമ്മയുടെ ഇഷ്ടം ഞാൻ സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ ഒരിഷ്ടം പോരാ, ദാ ഒരുപാട് ഇഷ്ടം വേണം. ദാ കഴിക്കേ. ആ, നിന്റെ ഓഫീസൊക്കെ എങ്ങനെ നടക്കുന്നു? നന്നായിട്ട് പോകുന്നമ്മേ, പ്രശ്നമൊന്നുമില്ല. അല്ല, നീ ലണ്ടനിൽ പോകുമ്പോ അവിടുത്തെ കാര്യങ്ങൾക്കൊന്നും കുഴപ്പം വരില്ലല്ലോ അല്ലേ? ഒരു കുഴപ്പമില്ലമ്മേ, എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ദ ഗ്രേറ്റ് സാൻഡ്ര ഉണ്ട് അവിടെ, പിന്നെ ചാണക്യന്റെ ആചാരമോ. ഇനിയിപ്പോ ഒരു യുദ്ധം ഉണ്ടായാലും അവിടെ ഒന്നും സംഭവിക്കില്ല. നന്നായി. പക്ഷേ നീ ലണ്ടനിൽ പോയി കഴിഞ്ഞാ ഇവിടെ എന്റെ കാര്യമാ കഷ്ടം. ഇവിടെ 2 പേരുണ്ട്, രേഖയും രഘുവും. 2 എണ്ണത്തിനും എപ്പോഴും ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കില്ല പണി. ആ, നേരം പോവാൻ ഞാൻ എന്നോട് തന്നെ സംസാരിക്കേണ്ട അവസ്ഥയാ. അവര് ഫോൺ വിട്ട് എണീറ്റ് വന്നിട്ട് വേണ്ടേ? ഒരു റൂമിൽ തന്നെ ഇരിക്കുന്നെങ്കിലും അവരും പരസ്പരം നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യാറില്ല. മത്സരിച്ച് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കും. ഫോണിലൂടെ ഒരുപാട് പരിചയങ്ങൾ കിട്ടുമായിരിക്കും, പക്ഷേ അവര് തമ്മിലുള്ള പരസ്പര ബന്ധങ്ങൾ നഷ്ടപ്പെടുക അവിടെ. അല്ല, അവര് തമ്മിൽ മിണ്ടുകയും പറയുകയും ചെയ്താലല്ലേ അവരുടെ ബന്ധം ദൃഢമാവൂ. ആരോട് പറയാൻ? ചില നേരത്ത് അവരുടെ ഇരിപ്പ് കണ്ട ജീവിതമൊക്കെ മടുത്ത പോലെയാ തോന്നുന്നേ. സത്യത്തിൽ പ്രായമായ എനിക്കല്ലേ ജീവിതം മടുക്കണ്ടേ, അവർക്കല്ലല്ലോ. അമ്മ എന്തിനാ വെറുതെ ജീവിതം മടുത്തു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്? പറയാതെ പിന്നെ, ഞാൻ ജീവിതം മടുത്തു പറയാതിരിക്കണമെങ്കിൽ നീ എനിക്കൊരു കൂട്ടുകൊണ്ടുവരുന്നതിനെ പറ്റി ആലോചിക്കേ. പിന്നെ മതി, അമ്മ അതിനെപ്പറ്റി പറയല്ലേ എന്ന് പറയാം. മതി മതി. ഗായത്രി ദേവിയമ്മ ഫോണിനെ പറ്റി വേദാന്തം പറഞ്ഞു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഒടുവിൽ എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്ന കാര്യത്തിൽ തന്നെ വന്ന് നിൽക്കുമെന്ന്. നീയല്ലേ വീണ്ടും വീണ്ടും എന്നെ കൊണ്ട് ഇതൊക്കെ പറയിക്കുന്നേ. ശരി ശരി, ഇഷ്ടം തീർന്നു, സമയവും ലേറ്റായി. ഞാനിത് കുടിച്ചിട്ട് ഉറങ്ങാൻ നോട്ടെ. ഗുഡ് നൈറ്റ് അമ്മ. ഗുഡ് നൈറ്റ്. എന്റെ ഭഗവതി, ഇവന്റെ മനസ്സുടൻ മാറി ഇവിടെ ഒരു പെൺകൊച്ചിനെയും കൊണ്ട് ഉടനെ കേറി വരണേ. ഗുഡ് മോർണിംഗ്. ഞാൻ ഒരാളുടെ ഡീറ്റെയിൽസ് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നു, കിട്ടിയില്ല. നോ, എക്സ്ക്യൂസുകൾ പറയാനല്ല തനിക്ക് ശമ്പളം തരുന്നത്. ഏൽപ്പിക്കുന്ന ജോലികൾ കറക്റ്റായി ചെയ്യാനാണ്, കറക്റ്റ് സമയത്ത്. ഇന്നലെ അർദ്ധരാത്രി വരെ ഞാൻ തന്റെ കോളിന് വേണ്ടി കാത്തിരുന്നു. അത് കഴിഞ്ഞ് അങ്ങോട്ട് വിളിച്ചപ്പോൾ സ്വിച്ച് ഓഫ്. സി, ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എനിക്ക് മുഴുവൻ ഡീറ്റെയിൽസും കിട്ടിയിരിക്കണം, ഇൻ ആൻഡ് ഔട്ട് ഡീറ്റെയിൽസ്. അഥവാ കിട്ടിയില്ലെങ്കിൽ പിന്നെ ഫോണിൽ സംസാരം ഉണ്ടാവില്ല. ഞാൻ നേരിട്ട് അങ്ങോട്ട് വരും. ബെറ്റർ യു മൈൻഡ് ഇറ്റ്. ഗുഡ് മോർണിംഗ് 007. ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ എന്തോ ചൂടിലാണെന്ന് തോന്നല്ലോ. ഒന്ന് തണുപ്പിക്കാൻ പോട്ട്ലക്കിൽ ജോയിൻ ചെയ്യുന്നു. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. യെസ് മിസ്റ്റർ ബോണ്ട്, ലഞ്ച് ഇറ്റ്സ് ലൈക്ക് എ ഗെറ്റ് ടുഗദർ. എല്ലാ പേരും ഹോം മെയ്ഡ് ഫുഡ് കൊണ്ടുവന്നിട്ട് പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കും. ദാറ്റ്സ് ഓൾ. ഒരു രസം. എന്താ പേര് പറഞ്ഞത്? നന്ദൻ. ഓ, അത് പോട്ട്ലക്ക്. ആ, താൻ വെക്കോ, ഞാനില്ല. കം ഓൺ മിസ്റ്റർ ബോണ്ട്, പ്ലീസ് കം. ഇതുപോലത്തെ സെലിബ്രേഷൻസ് ഒക്കെ വല്ലപ്പോഴും അല്ലേ. ലെറ്റ്സ് എൻജോയ് ദി ഡേ പ്ലീസ്. നോ, എനിക്ക് വേറെ അല്പം ജോലിയുണ്ട്.
താൻ വയ്ക്കോ. അല്ല, ജോലി നമുക്കും ഒക്കെ ഉണ്ട് സർ. ഇറ്റ്സ് ഓക്കെ, യുവർ ചോയ്സ്. പിന്നെ എപ്പോഴും ഇങ്ങനെ മുറുകി മുറുകി ഇരുന്നാൽ തലയിൽ കമ്പികൾ പൊട്ടിപ്പോകും. ഇടയ്ക്ക് ഇതുപോലെ ചില രസങ്ങളൊക്കെ കൊടുത്ത് എണ്ണയിട്ട് അയക്കുന്നത് നല്ലതാ. ചെറിയൊരു ഉപദേശമാണ്, വേണമെങ്കിൽ സ്വീകരിച്ചാൽ മതി.